ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ റനാൻസ് മഷ്റഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ കഴിഞ്ഞ സ്റ്റഡി പ്ലാൻ്റെ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് കുറേ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സിലുള്ളവരും പലതരത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ പഠിക്കണം അങ്ങനെയുള്ള കുറേ സംശയങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു റിപ്ലൈ പോലുള്ള കുറച്ച് കാര്യങ്ങൾ ടിപ്സൊക്കെ പറഞ്ഞുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഏത് ക്ലാസ്സുകാരാണെങ്കിലും നിങ്ങൾ ഒരു വർഷം ഒന്ന് മുന്നോട്ടേക്ക് പോവാണ്, വലിയ ക്ലാസ്സിലോട്ട് പോവാണ്. അപ്പം എന്തായാലും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. കാരണം കുറച്ചും കൂടി ലെവലൊക്കെ മാറി, ഇങ്ങനെ ഇത്രയും പഠിക്കാനുണ്ടല്ലോ. ഇപ്പം എക്സാമ്പിളായിട്ട് കുറേ +1 തൊട്ട് പോകുന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കാണുമ്പോൾ ഒരുപാടുണ്ടല്ലോ, ഇത് എങ്ങനെയാ റെന പഠിച്ചത്, എങ്ങനെയാ പഠിക്കേണ്ടത്, സബ്ജക്റ്റ് കൂടി ചാപ്റ്റർ കൂടി, ഇത് പഠിച്ച് തീരുമോ അങ്ങനെയൊക്കെ തോന്നും. പിന്നെ 9th പോകുന്നവർക്കും അതേപോലെ പെട്ടെന്ന് 8th നിന്ന് 9th പോകുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരും. അത് കാണുമ്പോൾ കുറേ പേർക്ക് ഉണ്ടാവും. പിന്നെ 7th 8th പോകുന്നവർക്കുണ്ടാവും, 10th പോകുന്നവർക്കും ഉണ്ടാവും. ഇതൊക്കെ ഞാനിപ്പോൾ ഈ പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കണ്ടേ? എന്തായാലും നമുക്ക് പിന്നിലുള്ളവരെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ എന്താന്ന് തോന്നുമെങ്കിലും ഓരോരുത്തർ ആ ക്ലാസ്സിലെത്തുമ്പോൾ അവർക്ക് അത് ഡിഫിക്കൽട്ട് ആയിട്ട് തന്നെ തോന്നും. അപ്പം എനിക്ക് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ക്ലാസ്സുകാരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് എല്ലാം വളരെ എളുപ്പമായിട്ട് പറ്റും. അതായത് ഡെയിലി നിങ്ങളൊരു 1.5 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സമയം വെക്കണം. അതായത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളല്ല, പഠിക്കാൻ വേണ്ടി തന്നെ സമയം കൊടുക്കുക. നമ്മൾ പാഠപുസ്തകങ്ങളായിട്ട് എപ്പോഴും നമ്മളുടെ ആ ഒരു ബന്ധം കീപ്പ് ചെയ്യുക, വിട്ടു പോകാതിരിക്കുക. അത് പരീക്ഷ വരുമ്പോൾ മാത്രം എടുത്ത് പഠിക്കാതിരിക്കുക. ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം. അതായത് +1 പഠിക്കുന്ന കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റന ഇത് ക്ലാസ്സുകളൊക്കെ പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല, ഇതൊക്കെയാണോ നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ +2 വരെ എത്തി പഠിച്ചിട്ട് ഇതുവരെ ആയിട്ടും എനിക്കൊരിക്കലും പഠനത്തിനൊരു ഭാരമായിട്ടോ അല്ലെങ്കിൽ +1 പോലും എനിക്ക് തോന്നിയിട്ടില്ല, അയ്യോ ഇത് ഇങ്ങനെ ഇത്രയും പഠിക്കാണ്ടോ, 10 പോലെ അല്ലല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം എക്സാമിനാണെങ്കിലും എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവുന്ന വീഡിയോസ് കാണുന്നവർക്കറിയും, ഒന്നെങ്കിൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ 1-2 മാർക്ക് കുറഞ്ഞിട്ടാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവാറ്. അപ്പൊ അതിന്റെ കാരണം ഞാനിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞ ഇത് തന്നെയാണ്. അതായത് എന്നും നമുക്ക് പഠനമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. അന്നന്ന് എടുക്കുന്നത് അന്നന്ന് നമ്മൾ അറ്റ്ലീസ്റ്റ് പഠിക്കാനും, പിന്നെ ഏതൊരു ക്ലാസ് ടെസ്റ്റ് ആണെങ്കിലും എക്സാം ആണെങ്കിലും അതൊക്കെ ഞാൻ നല്ല രീതിക്ക് എന്നെ കാര്യമായി എടുത്ത് അതിനൊക്കെ വേണ്ടി പഠിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇതുവരെ എനിക്ക് എക്സാമിന്റെ ടൈമിൽ പോലും എനിക്ക് എൻജോയ്മെന്റ് ആണ്, അയ്യോ പഠിക്കണമല്ലോ എന്നൊരു ചിന്ത എനിക്ക് വരാത്തത് അതുകൊണ്ടാണ്. നമ്മൾ പഠിത്തത്തിന് ഒരു എക്സാമിന്റെ ടൈമിൽ മാത്രമുള്ള ഒരു കാര്യമാക്കി മാറ്റാതിരുന്നു കഴിഞ്ഞാൽ ഏതൊരു ക്ലാസ്സുകാർക്കും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ഇനി നിങ്ങൾക്ക് മാത്സിലാണ് ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഡെയിലി ഇപ്പം എനിക്കും അങ്ങനെ തന്നെയാണ് ഏകദേശം, ബാക്കിയുള്ള എനിക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട്. മാത്സ് ഇത് ശരിക്കും മനസ്സിലാക്കാത്ത കൊണ്ടായിരിക്കും, അത് കുറെ പേർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകും, കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നതൊക്കെ. അപ്പൊ അത് ഞാനാണെങ്കിലും ഇപ്പൊ 10th പഠിക്കുമ്പോൾ ഞാൻ അതിന്റെ ടൈമിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമുക്ക് മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി അങ്ങനെ മാത്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആയവര് ഡെയിലി ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ മാത്സ് പഠിക്കാൻ വേണ്ടി ടൈം കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകൾ കണ്ടിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ മാത്സിന് സമയം കൊടുക്കുക. നിങ്ങൾക്ക് ഡെയിലി ടൈം കിട്ടിയില്ലെങ്കിൽ ഒരു വീക്കെൻഡ്, ഒരു ശനിയും ഞായറും വരുമ്പോൾ എന്തായാലും അതിലൊരു കുറച്ച് സമയം നിങ്ങൾ എന്തായാലും മാത്സിന് വേണ്ടി തന്നെ മാറ്റി വെക്കുക. മാത്സ് എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് പഠിക്കാം, അത്രേ ഉള്ളൂ. മാത്സിന് പഠിക്കേണ്ട പ്രത്യേക രീതിയൊന്നുമില്ല. അതായത് നമ്മൾ ആദ്യം നോട്ടിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്, നോക്കിയിട്ടല്ല. അതിനുശേഷം പിന്നെ PYQs ഒക്കെ എടുത്തിട്ട് സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടോ, സ്വയം ഉത്തരം കിട്ടുന്നുണ്ടോ, എവിടെയാണ് സ്റ്റക്ക് ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാണ് മാത്സിന് ചെയ്യേണ്ടത്. ചെയ്തിട്ട് തന്നെ പഠിക്കുക. വായിച്ച് പഠിക്കുക എന്ന് പറയുന്നൊരു സംഭവമില്ല മാത്സിന്. പിന്നെ ഡെയിലി അല്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ചയിൽ എന്തായാലും 4 മണിക്കൂറെങ്കിലും നിങ്ങൾ മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുക. മാത്സ് കൂടുതൽ ടഫ് ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ വലിയ രീതിക്ക് +1 മാത്സിന് വലിയ കാര്യമാക്കിയിട്ട് എടുത്തിട്ടായിരുന്നു. 10th വരെ ഞാൻ നല്ല രീതിക്ക് സീരിയസ് ആയി എടുത്തായിരുന്നു. +1 ഞാൻ മാത്സ് അങ്ങനെ ഇതാക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ ഈ വർഷം ഞാൻ നല്ല രീതിക്ക് സീരിയസ് ആയിട്ട് മാത്സിന് ഞാൻ സമയം കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള സബ്ജക്റ്റും എല്ലാം ഒരുപോലെ ഈക്വൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ബാക്കി കുറച്ച് സബ്ജക്റ്റിനെ കൂടി എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞുതരാം. എല്ലാ ക്ലാസ്സുകാർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റ് ഒക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഏത് സംഭവവും എനിക്ക് മനസ്സിലാക്കി കൊടുത്ത് പഠിക്കാറാണ്. അപ്പൊ ഫിസിക്സിൽ നമുക്ക് കൂടുതലായിട്ട് ഇപ്പം ചെറിയ ക്ലാസ്സുകാരാണെങ്കിൽ അങ്ങനെ ഇതായിട്ടുണ്ടാവില്ല, കുറെ ലോസും അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ആപ്ലിക്കേഷൻസും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം.
പിന്നെ ഫിസിക്സിലും മാത്സ് പോലെ തന്നെ പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ അതെന്തായാലും ചെയ്ത് തന്നെ പഠിക്കണം. പിന്നെ നിങ്ങൾ +1 പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഡെറിവേഷൻസ് കൂടി ഉണ്ടാവും, ഡിറൈവ് ചെയ്യാൻ ഇക്വേഷൻസ് ഒക്കെ. അതൊക്കെ എന്തായാലും ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. ഫിസിക്സിൽ പ്രോബ്ലംസ് ഒക്കെ മാത്സിലുള്ള പോലെ തന്നെയാണ്, പ്രത്യേകതയൊന്നുമില്ല. പ്രോബ്ലംസ് എപ്പോഴും ചെയ്ത് തന്നെ പഠിക്കണം. കുറച്ച് ഡിഫിക്കൽട്ടി ലെവലൊക്കെ കൂടിയതുപോലത്തെ ഒക്കെ നിങ്ങൾ PYQs ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പിന്നെ കെമിസ്ട്രിയിലാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ചെറിയ ക്ലാസ്സുകാർക്കാണ് എനിക്ക് അത്ര ഓർമ്മയില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് കുറെ എക്സ്പെരിമെന്റ്സുകളെ കുറിച്ചൊക്കെ ഉണ്ടാകും. അതിന്റെ എന്താ പറയുക കൺക്ലൂഷൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ ആ ഒരു രീതിക്ക് തന്നെ അത് പഠിക്കുക. ഇനി +1 രീതിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാലോ കുറച്ചും കൂടി ഇതായിട്ടുള്ള കുറെ ലോസ് ഉണ്ടാകും, പിന്നെ കുറെ പ്രോബ്ലംസ് ഉണ്ടാകും. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ആകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തന്നെ ക്വസ്റ്റ്യൻസ് എടുക്കുക, കുറെ എഴുതി നോക്കുക. ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ എഴുതി തന്നെ പഠിക്കണം, അത് അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജി നമ്മൾ കുറെ പേർക്ക് ഡിഫിക്കൽട്ട് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കാണാതെ പഠിക്കുന്നതുകൊണ്ടാണ്. കാരണം നമുക്കറിയാലോ ബയോളജിയിൽ കുറെ കാര്യങ്ങൾ, പുതിയ ടേംസ്, കുറെ പുതിയ എക്സാമ്പിൾസ് അങ്ങനെയൊക്കെ ഉണ്ടാകും. അങ്ങനെ കാണാതെ പഠിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ചില പേരുകൾ എന്തെങ്കിലുമൊക്കെ ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോഡൊക്കെ ഉപയോഗിച്ച് അങ്ങനെ പഠിക്കുക. പിന്നെ നമുക്ക് എന്താ പറയാ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് വായിച്ച് മനസ്സിലാക്കി. നമുക്ക് ബയോളജിയിലൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് പോലെ തന്നെ നമുക്ക് ആ ഒരു സംഭവം കറക്റ്റ് ആയിട്ട് അങ്ങനെയല്ല, നമ്മുടെ വാക്കിലും നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ആ പേരുകളും ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. നമ്മുടെ വാക്കിലാണ് നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബയോളജി ചെയ്യേണ്ടത്. പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ എങ്ങനെയാ, മലയാളമൊക്കെ എങ്ങനെയാ പഠിക്കേണ്ടത് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജ് എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി +1 ബയോളജിയിൽ തന്നെ സുവോളജി, ബോട്ടണി എന്ന് പറഞ്ഞ് 2 തരത്തിലുണ്ടാകും. അപ്പം കുറെ പേർക്കൊക്കെ സുവോളജി ആയിരിക്കും ടഫ്, കുറെ പേർക്ക് ബോട്ടണി ആയിരിക്കും. ബോട്ടണി എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെയാണ് വരുന്നുള്ളത്. പക്ഷെ സിമ്പിൾ ആണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. പിന്നെ എല്ലാത്തിന്റെയും എക്സാമ്പിൾസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം, എക്സാമ്പിൾസ് ഒക്കെ എഴുതിയിട്ട് പഠിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ലാസ്റ്റിലോട്ടേക്ക് വെക്കരുത് ഒരിക്കലും. ആദ്യം തൊട്ടേ ടീച്ചേഴ്സ് നമുക്ക് നല്ല രീതിക്ക്, ഇപ്പൊ എന്റെ ടീച്ചറൊക്കെ അങ്ങനെയായിരുന്നു, ബയോളജി ടീച്ചർ. ബോട്ടണിയിലൊക്കെ കുറെ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം തൊട്ടേ ഒരു ചാപ്റ്റർ കഴിയും, ടെസ്റ്റ് പേപ്പർ ഇടും, വീണ്ടും ടെസ്റ്റ് പേപ്പർ കുറെ തവണ ടെസ്റ്റ് പേപ്പർ ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ അതിന്റെ കൂടെ പഠിച്ചു പോയവർക്ക് അതിന്റെ ഗുണം അറിയും. ടെസ്റ്റ് പേപ്പറിന് വേണ്ടി പഠിച്ചുകൊണ്ട് തന്നെ അവസാനം ആകുമ്പോ ഒക്കെ സിമ്പിൾ വായിച്ചു പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുള്ളൂ പരീക്ഷയ്ക്ക്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് തൊട്ടേ നല്ല രീതിക്ക് പഠിച്ചു പോയാൽ ആ എക്സാമ്പിൾസും ആ കാര്യവും തിയറിയൊക്കെ നമുക്ക് തറവാവും. പിന്നെ നമുക്ക് അതിന്റെ ഒരു ടെൻഷന്റെ കാര്യം വരത്തില്ല. പിന്നെ അങ്ങനെ ചെയ്യാം. അപ്പൊ ഏത് ക്ലാസ്സുകാരാണെങ്കിലും എന്തായാലും നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് പഠിക്കുക. പഠിക്കുന്നത് എന്തോ ഒരു സംഭവമാക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് പഠിക്കാൻ കഴിയില്ല. സോ ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കി നല്ല ഇൻട്രസ്റ്റോട് കൂടി പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ 9th ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ അത് PYQ ഇല്ല, ടെക്സ്റ്റ് ഒക്കെ മാറി പുതിയതാണ് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഏത് ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് എന്താണ്, അത് എന്തിനെ കുറിച്ചാണെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് അതിന്റെ സ്വന്തം ആയിട്ട് എഴുതാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പൊ ലാംഗ്വേജിലൊക്കെ അങ്ങനെയാണ്, മറ്റതിൽ അതുപോലെ തന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യന് നിങ്ങളുടെ രീതിയിൽ ഉത്തരം കൊടുക്കുന്നതിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. പിന്നെ എന്താ, നിങ്ങൾക്ക് ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫൈനൽ എക്സാം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു മോഡലൊക്കെ തന്നെയായിരിക്കും ഇതും ഉണ്ടാവുക. നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിക്ക് ആദ്യം തൊട്ടേ അന്നന്ന് പഠിച്ചു പോയാൽ മതി. അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുള്ള കമന്റിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.